ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ക്രെഡിറ്റ് കാർഡിലെ എമൗണ്ട് നമുക്ക് എങ്ങനെ ബാങ്കിലേക്ക് മാറ്റാം എന്നുള്ളൊരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡിൽ നിന്ന് 9,000 രൂപ വരെയുള്ള എമൗണ്ട് നിങ്ങളുടെ ബാങ്കിലേക്ക് സിമ്പിളായിട്ട് മാറ്റാൻ പറ്റും. ഇപ്പോൾ വിഷു ഒക്കെയാണ്, അപ്പോൾ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് കയ്യിലേക്ക് ഫണ്ട് മാറ്റണം എന്നുള്ളവർ ഈ ഒരു വീഡിയോ ഉറപ്പായിട്ടും കാണാം. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ വെബ്സൈറ്റാണ്, വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എൻ്റർ എമൗണ്ട് നോക്കി നിങ്ങൾക്ക് എത്രയാണോ ബാങ്കിലേക്ക് ഇത് എടുക്കേണ്ടത് കാർഡിൽ നിന്ന് 5,000 മുതൽ 9,000 രൂപ വരെയാണ് എടുക്കാൻ പറ്റുന്നത്. ഞാനിവിടെ 9,000 എൻ്റർ ചെയ്തു. അതിനുശേഷം നിങ്ങളുടെ ഒരു ഇമെയിൽ, നിങ്ങൾ കറക്റ്റായിട്ടുള്ളൊരു ഇമെയിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതിലായിരിക്കും നിങ്ങളുടെ വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്, എമൗണ്ടിൻ്റെ ഡീറ്റെയിൽസൊക്കെ. പിന്നെ നിങ്ങളൊരു മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ അക്കൗണ്ട് നമ്പർ, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക. ഒരു തവണ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം നിങ്ങളുടെ IFSC കോഡ്, അതിനുശേഷം പാൻ ഡീറ്റെയിൽസ് കൂടി എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം ഈ പേ എന്നകത്ത് ക്ലിക്ക് ചെയ്യുക. ഈ പേ എന്നകത്ത് ക്ലിക്ക് ചെയ്യാം. പേ എന്നകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ റേസർ പേയുടെ ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, അതിൽ ഇവിടെ കാർഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. കാർഡ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ നിങ്ങളുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാം. ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു OTP വരും. നിങ്ങളുടെ കാർഡിൽ കൊടുത്ത നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP കൂടി എൻ്റർ ചെയ്ത് കൊടുക്കും. പേയ്മെൻറ്റ് നമ്മൾ സക്സസ് ആവും. ശേഷം ഒരു 24 to 48 hours നിങ്ങളുടെ എമൗണ്ട് ക്രെഡിറ്റ് ആവും. വർക്കിംഗ് ഡേ ആണെങ്കിൽ 24 hours കയറും. ഹോളിഡേ ആണെങ്കിൽ ഒരു 48 hours കയറും. ഓക്കെ, ഇപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. അതുപോലെ തന്നെ എൻ്റെ ടെലിഗ്രാം ID കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടും ഗുഡ് ബൈ.